നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൗളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 28/7/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില, സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 213, RSS 5 കിലോ 209, ISNL 20 191, ലാറ്റക്സ് 60% DRC 146 രൂപ 90 പൈസയും. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 213, RSS 5 കിലോ 209 ആണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 144, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 108 ആണ്. ഈ കേരളത്തിൻ്റെ മറ്റിനം ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 203, ലോട്ട് കിലോ 182 മുതൽ 187. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 205, RSS 5 കിലോ 201, ISNL 20 180 മുതൽ 180 രൂപ 50 പൈസയുമാണ്. വ്യാപാരി വില ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ 127 മുതൽ 139 രൂപയാണ്. ഇതാണ് ഇന്നത്തെ രാവിലെ റബ്ബർ വില. ഇപ്പോൾ ശക്തമായ കാറ്റും മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ് റബ്ബർ ടാപ്പിംഗ്. മിക്ക തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുകയാണ്. കവറിട്ട മരം ഉൾപ്പെടെ. റബ്ബർ കർഷകരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും വളരെ സന്തോഷത്തിൽ. കാര്യം മഴയൊക്കെ കഴിഞ്ഞ് ഇനി ടാപ്പിംഗ് ശരിയായ രീതിയിൽ നടക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും തോട്ടത്തിലേക്ക് പ്രതീക്ഷയോടെ പോയിരിക്കുകയാണ്. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ 100, വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിൽ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 480. ഇപ്പോൾ മിക്ക വീട്ടമ്മമാരും വളരെ പ്രതീക്ഷയോടെയാണ് വെളിച്ചെണ്ണ വില കുറയുന്നതിൽ. സർക്കാർ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട്. സർക്കാർ സബ്സിഡി ഉൾപ്പെടെയാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. വരുമ്പോൾ പൊതുമാർക്കറ്റിലും വെളിച്ചെണ്ണയുടെ വില ഇനി കുറയാൻ സാധ്യത കൂടുതലാണ്. കൊപ്ര എടുത്തപടി 251, കച്ചോല 400, കൊക്കോ 300 മുതൽ 380, കശുവണ്ടി 130, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, ഗ്രാമ്പു 790, നാടൻ 900. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 665, കുരുമുളക് പുതിയത് 655, കുരുമുളക് ഗാർബിൾഡ് കിലോ 685 ചുക്ക് ബെസ്റ്റ് 250, മഞ്ഞൾ സേലം 255 ആണ്. അധിക തൊണ്ടോടിയോടി 250. ഇന്ന് രാവിലെ മഴയില്ലെങ്കിലും ഇന്നലെയൊക്കെ ശക്തമായ മഴയിലും കാറ്റിലും ലൈൻ കമ്പികളൊക്കെ പൊട്ടി വീഴുന്നത് കാരണം മരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കുക. ലൈൻ കമ്പികൾ പൊട്ടി വീഴുമ്പോൾ അതിൽ ടച്ച് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഓഫ് ചെയ്യാനുള്ള സംവിധാനം അല്ലെങ്കിൽ KCB വിളിച്ചറിയിക്കുക. നിങ്ങളുടെ അടുത്തുള്ള KCBയുടെ നമ്പരും മറ്റും മൊബൈൽ നമ്പരും എപ്പോഴും സൂക്ഷിച്ച് മൊബൈൽ വെക്കുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.